അത്രയും ചൂടി നിൽപ്പവളെ. ഉത്തര പവനന്റെ താരിലും തല്ലേ ചുളിയും മഞ്ഞുകാലം പുതച്ച പെണ്ണേ കാശ്മീർ. പറഞ്ഞിരുന്നു വിനയ്. ഈ പൊണ്ണിന് നല്ല ഉറക്കം തട്ടിയിട്ടുണ്ട്. നാളെ കല്യാണാണെന്നില്ല ഒരു വിചാരമില്ല. കപ്പലിൽ ഉദ്യോഗസ്ഥൻ സുന്ദരനെ കിട്ടിയാ പിന്നെ വലിയ ഗമയായിരിക്കും. അയ്യടി കുശുമ്പിക്കളവി, ഇനി അങ്ങനെ കൊച്ചാക്കൊന്നും വേണ്ടാട്ടോ. എനിക്കറിയാം ചെക്കനെ. പെണ്ണെ ഹിമാൻഷി, ഞാനൊരു ജവാനാണ്. സാഗര സീമകളിൽ ഉപ്പുകാറ്റുകൊണ്ടുറങ്ങാതെ കാവലിരിക്കുന്നവരെന്നെ കല്യാണമാല ചാർത്താൻ കഴുത്ത് കുനിച്ചു തരുമ്പോൾ എന്തായിരുന്നു നിന്റെ ഉള്ളിൽ? പ്രിയനെ, വിനയ്, ഈ കണ്ണുകൾ രണ്ടും ഒരു വേള ചിമ്മാതെ കാവലിരിക്കുന്നത് ഇന്നിവിടെ നഗരങ്ങളിൽ നാട്ടിൻപുറങ്ങളിൽ പള്ളിമണിയും ബാങ്കുവിളിയും പ്രണവമന്ത്രവും ഒരുമിച്ച് ഉയരുന്നൊരു നാടിനു വേണ്ടിയല്ലയോ? ഇതാണ് പെണ്ണെ, ഇതായിരിക്കണം പെണ്ണെ ഒരു സൈനികന്റെ സഖി. നമുക്ക് പോകണം. ഭാരതാംബയുടെ ശിരസ്സറ്റമാം കാശ്മീർ മുതൽ കന്യാകുമാരി വരെ. ഒന്ന് വന്ന് കേറി ഇരുന്ന് നോക്ക് സാ. എന്റെ ചെമ്പൻ കുതിര ഈ പഹൽഗാമാകെ ചുറ്റി നടന്ന് കാണിച്ചത്. പേര് പറയടാ, മുതുപ്പഴിക്കടാ. മുതുതുണിക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ച അടയാളങ്ങൾ മതം പൊത്തി വെച്ചിട്ടുണ്ട്. അത് മനുഷ്യനെ വേർതിരിച്ചിട്ടുമുണ്ട്. മുതുപ്പഴിക്കടാ, എന്നിട്ട് കളിവെച്ചല്ലേ. അരുതേ, എന്നെ ഒന്നും ചെയ്യരുതേ. എന്റെ മക്കളുടെ മുന്നിൽ വെച്ച് എന്റെ മാനം കെടുത്തരുതേ. കേട്ടവന്മാരെ, നിങ്ങൾക്ക് കളിമേലടാ വേണ്ടത് കേട്ടോ. 5 നേരം നിസ്കരിക്കുന്ന മുസൽമാനാടാ ഞാൻ, സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ. അന്നെന്ന തപ്പത്തിന് വഴി നടന്ന് കയറുന്ന പഹൽഗാമിലെ 100 കണക്കിന് കുതിരക്കാരിലൊരാൾ. ഏത് പടച്ചോന് വേണ്ടിയാണ് നിന്റെയൊക്കെ ഈ കാണത്തും? അതിനോട് കൂറ് കാട്ടാത്ത കാഫിർ. നീയൊക്കെ ഇന്ത്യയുടേതാണെന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന പാകിസ്ഥാനിൽ പിന്നെ കാശ്മീർ മഞ്ഞുകണങ്ങളിൽ ചോര പടർന്നൊഴുകുന്ന പഹൽഗാം. എഴുന്നേറ്റ് വാവിനെ, എന്നെ ഒന്ന് നോക്കുവിനെ. മലമടക്കുകൾ ഭീകരവാദത്തിന്റെ വെടിയൊച്ച കേട്ട് നിറഞ്ഞലിച്ചു നിൽക്കുകയാണ്. വീനെ എഴുന്നേൽക്കുവിനെ, എന്നെ ഒന്ന് നോക്കുവിനെ. മതവരിന്റെ മനുഷ്യരൂപം നായ്ക്കളെ, ഏത് മതഗ്രന്ഥത്തിലാണ് നിരപരാധികളുടെ രക്തം കൊണ്ട് അഭിഷേകം നടത്താൻ എഴുതി വെച്ചിട്ടുള്ളത്? എന്റെ പ്രിയതമന്റെ നെറ്റിയിൽ വെടിയുതിർത്ത നിങ്ങൾക്കു നേരെ എന്റെ നെറ്റിയിലെ സിന്ദൂരം മായ്ച്ചുകൊണ്ട് ഞാൻ പാട്ട കുറിക്കുന്നു. ഈ കണ്ണീരിനു കണക്ക് ചോദിക്കും എന്റെ രാജ്യം. സൂക്ഷിച്ചോ.